നമസ്കാരം. നെവർ റെസ്റ്റിൽ വിത്ത് പിഗ്സ്. യു ബോത്ത് ഗെറ്റ് ഡെർട്ടി ആൻഡ് ദ പിഗ്സ് ലൈക്സ് ഇറ്റ്. പന്നികളോട് ഗുസ്തി പിടിക്കരുത്. ഗുസ്തി പിടിച്ചാൽ നമ്മളും നാറും. പന്നിയുടെ ഉദ്ദേശവും അതാണ്, നമ്മളെ പ്രകോപിപ്പിച്ചിട്ട് ഗുസ്തി പിടിപ്പിക്കുക, അങ്ങനെ അയാളെയും തൻ്റെ നിലവാരത്തിലേക്ക് തരം താഴ്ത്തുക. ഇതാണ് പന്നിയുടെ തന്ത്രം. ഞാനിത് പറഞ്ഞത് ഒരു ആമുഖമായിട്ടാണ്. മാധ്യമപ്രവർത്തകയായ സ്മൃതി പരുത്തിക്കാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേരിടുന്നത് അന്തം കമ്മികളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സൈബർ ആക്രമണമാണ്. ഒരു സ്ത്രീയാണെന്നോ എന്തിനും ഒരു മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് സൈബർ സഖാക്കൾ ഇവരെ വേട്ടയാടുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ CPM-ൻ്റെ ആരും രംഗത്ത് വന്നിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, സ്മൃതി പരുത്തിക്കാടിൻ്റെ അച്ഛനായ സിദ്ധാർത്ഥൻ, അദ്ദേഹം ദേശാഭിമാനിയിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയി. ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ, ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാണ് ഈ സ്മൃതി പരുത്തിക്കാടിനെ ഇത്രയേറെ മൃഗീയമായി അന്തം കമ്മികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അവർ നിരന്തരം ഫേസ്ബുക്കിൽ സ്മൃതി പരുത്തിക്കാട് എഴുതുന്നുണ്ട്. അതിലൊരു കുറിപ്പാണ് ഞാൻ ഈ പറയുന്നത്. CPM-നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവർക്ക് കോൺഗ്രസിൽ നിന്നോ BJP-യിൽ നിന്നോ വരുന്ന വിമർശനങ്ങൾ അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ CPM-ൻ്റെ ഭാഗമായി നിന്ന് അതിൽ നിന്ന് അകന്നു പോയവർ വിമർശിക്കുമ്പോൾ അവർക്ക് വല്ലാതെ പൊള്ളും. അവരെ ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ദേശാഭിമാനിയിൽ കൃത്യമായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു പോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവസാന കാലമായപ്പോൾ പാർട്ടിയോട് അകലം പാലിച്ചു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം MN വിജയനുമായി അടുത്തു നിന്ന വ്യക്തിയായിരുന്നു. വിജയൻ മാഷോട് പാർട്ടി എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമുക്കറിയാമല്ലോ. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പാർട്ടിയോട് അകന്നിട്ടുണ്ട്. PR സുധീഷ്, സന്തോഷ് കുമാർ, TV കൊച്ചുബാവ തുടങ്ങിയ എഴുത്തുകാരൊക്കെ അച്ഛനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതും നേരിട്ട് കണ്ടിട്ടുള്ളതുമായ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ കുറേ പേരെങ്കിലും ഇതൊക്കെ കണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. OP സുരേഷാണ് ആദ്യം പ്രതികരിച്ചത്. അദ്ദേഹം കോഴിക്കോട് യൂണിറ്റിൻ്റെ ദേശാഭിമാനി മാനേജറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനുമായി പേഴ്സണൽ അടുപ്പമുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇതിനുശേഷമാണ് PM മനോജിന് പോലും അത് തിരുത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തേണ്ടി വന്നത്. ഈ പ്രതികരണങ്ങൾ നടത്തുന്നവർക്കൊന്നും ദേശാഭിമാനിയുമായിട്ടോ പാർട്ടിയുമായിട്ടോ ബന്ധമില്ല. ഏതൊക്കെയോ ചാവേറുകളായി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളാണത്. CPM പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇത് കണ്ടാലും അവർ നിയന്ത്രിക്കില്ല. ഞങ്ങൾ ചെയ്യാത്തത് അവരങ്ങ് ചെയ്യട്ടെ എന്ന രൂപത്തിൽ അവർ മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്മൃതി പരുത്തിക്കാട് ഈ ചെറിയൊരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ അവർ തീർത്തു കളയുന്ന ഒരു രീതിയാണുള്ളത്. TP ചന്ദ്രശേഖരനൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ TK ഗോവിന്ദനും B കുഞ്ഞികൃഷ്ണനും ഐഷ പോറ്റിയും G സുധാകരനും PK ശശിയും അടക്കമുള്ളവർ പുറത്തു പോയപ്പോഴും അവരെയൊക്കെ ഇത്തരത്തിൽ വേട്ടയാടിയതാണ്. അതിൽ കുറച്ചെങ്കിലും ഒരു ദയവ് കിട്ടിയത് എന്തുകൊണ്ടോ ഐഷ പോറ്റിക്ക് മാത്രമാണ്. അതൊരു സ്ത്രീയാണെന്നുള്ള പരിഗണന കൊണ്ടൊന്നുമല്ല. ഐഷ പോറ്റിക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് തിരിച്ചടിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. പക്ഷേ സുധാകരനെയൊക്കെ വളരെ മൃഗീയമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ വേട്ടയാടിയത്. ഇതൊക്കെ കാണുമ്പോഴും ഇത് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ മറ്റുള്ളവരെ ഇത്തരത്തിൽ അപമാനിക്കുന്നവർക്ക് പാർട്ടിയുമായി വലിയ ബന്ധമൊന്നുമില്ല. അവർ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതെന്തോ വലിയൊരു കാര്യമായി കാണുന്നു. തങ്ങൾ ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങളും മറ്റും മറച്ചു പിടിക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു മറയായി മാത്രമാണ് പാർട്ടിയെ കാണുന്നത്. അല്ലാതെ കമ്മ്യൂണിസം എന്താണെന്നോ അതിൻ്റെ ഒരു തത്വശാസ്ത്രം എന്താണെന്നോ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്നോ ഒന്നും ഈ കൂട്ടർക്ക് അറിയില്ല. പക്ഷേ ഈ നേതാക്കൾക്ക് ഇതെല്ലാം അറിയാമെങ്കിലും അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിലും ഇതൊന്നും ഈ അണികളെ വിലക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. അത് ഈ പാർട്ടിയെ കൂടുതൽ അപജയത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നുമില്ല. എന്തായാലും സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു മൃഗീയമായ ആക്രമണങ്ങൾ, സൈബർ ബുള്ളിങ് ദിവസങ്ങളായി നേരിടുമ്പോൾ അതിനെ അപലപിക്കാൻ പോലും അല്ലെങ്കിൽ വിലക്കാൻ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്നിട്ടില്ല. ഇവിടെ ഒരു എറണാകുളത്തുള്ള ഒരു സ്ത്രീ, ഒരു ടീച്ചറായിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് എന്തോ ഒരു പരാമർശം നടത്തിയതിന് അഡ്വക്കേറ്റ് KM ഷാജഹാനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർട്ടിക്ക് അവരുടെ എതിർഭാഗത്തേക്ക്, അല്ല അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരോട് എന്നും വെറുപ്പാണ്. അവരെ അകറ്റി നിർത്താൻ മാത്രമാണ് പാർട്ടി ശ്രമിക്കുന്നത്. പിന്നീട് അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കും, അതൊക്കെ പ്രചരിപ്പിക്കും, അവരെ മാനസികമായി തളർത്താൻ ശ്രമിക്കും. പക്ഷേ മനസ്സുകൊണ്ട് നല്ല മനക്കട്ടിയുള്ളവരൊക്കെ പിടിച്ചു നിന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്യും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന അന്തങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ടാണ് ഇവരെയൊക്കെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത്. സഖാക്കന്മാരെന്ന് നമ്മൾ പലരെയും ആദരവോടുകൂടി സഖാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് വളരെ അപൂർവമാണ്. സിംഹവാലൻ കുരങ്ങിനെ പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമാണ് സഖാവ് എന്ന് നമുക്ക് അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാൻ കഴിയുന്നത്. പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള ചില നേതാക്കൾ. ബാക്കിയുള്ളവരൊക്കെ വെറും അന്തം കമ്മികൾ മാത്രമാണ്. എന്തായാലും ഈ ഒരു പ്രവണത CPM-ന് ദോഷമേ ചെയ്യൂ. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടുന്നത് CPM ആണ്. അത് അഴിച്ചുവിടുന്നത് ആരാണോ അത്
പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നത് ആണ് എന്നുള്ള കാര്യം നേതാക്കൾ മനസ്സിലാക്കണം. അവരെ പറഞ്ഞു തിരുത്തിയില്ലെങ്കിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്.